അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഇതിനകത്ത് കുറേ ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം നമുക്ക് കാണാൻ പറ്റും AC എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴായിട്ട് നമുക്കിവിടെ ഒരു എയർ റീസർക്കുലേഷൻ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിലാണ് നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ബട്ടൺസ് വരുന്നുണ്ട്. ഡീഫോക്കറിൻ്റെ ബട്ടൺസ് ആണ്, ഫ്രണ്ടും ഉണ്ട് റിയറും ഉണ്ട്. അപ്പോൾ ഇത് ചില വണ്ടികളിലേ കാണത്തുള്ളൂ, അതുകൊണ്ട് അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ താഴെയായിട്ട് നമ്മൾ കണ്ടത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഒരു ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഒരു മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ പിന്നെ 2 ഫാനിൻ്റെ പടമുള്ള 2 ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബട്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺസിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടേതായ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ AC-യുടെ ഓട്ടോ ബട്ടണായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്താൽ നമ്മുടെ AC ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ കാണാനായിട്ട് നമ്മുടെ AC ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാനായിട്ട് നമുക്ക് ഇവിടെ AC-യുടെ ബട്ടൺ അവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് ഈ ഒരു ഇപ്പോൾ AC ഓൺ ആണെന്നാണ് ഇതിന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലൊക്കെ നമുക്കൊരു ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഓൺ ആണെന്നാണ് അതിന് അർത്ഥം. ഇപ്പോൾ AC ഇപ്പം ഓൺ ആണ്. അപ്പോൾ വേറെ ബട്ടൺസ് നമുക്ക് ലൈറ്റും കാര്യങ്ങളും കാണുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മാത്രം നമുക്ക് അതിനകത്ത് ഇലൂമിനേഷൻ വരത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നൈറ്റ് ടൈം അല്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ ബട്ടൺസിൽ ലൈറ്റ് എല്ലാം പോകുന്നതായിരിക്കും. നമുക്കിവിടെ നമ്മുടെ എല്ലാ ക്ലസ്റ്ററിലുള്ള എല്ലാ ലൈറ്റ്സും നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റ്സ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ലൈറ്റ്സ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്ന AC ആക്റ്റീവാണ്. വേറെ നമുക്കിവിടെ കണ്ടും കുറേ കാര്യങ്ങൾ കൂടെ ആക്റ്റീവായി നിൽക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ കണ്ടും ഓട്ടോ എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഓട്ടോ ക്ലൈമറ്റ് ഓൺ ആണ്. ഇവിടെ തൊട്ടടുത്ത് AC എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ AC ഓൺ ആണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ 2 നമ്പർ കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ടെമ്പറേച്ചറാണ്. 21 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ നമ്മുടെ AC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ബാർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫാൻ്റെ പടമായിട്ട് കുറച്ച് ബാർ കാണുന്നുണ്ട്. ഇത് നമ്മളവിടെ ഫാൻ സ്പീഡാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാനിൻ്റെ സ്പീഡാണ്. തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ മോഡാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ഏത് മോഡിലാണ് ഇപ്പോൾ AC വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പം നേരെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മേളിൽ നിന്ന് എയർ വരുന്ന ആ ഒരു ഡയറക്ഷനാണ് ഇപ്പോൾ നമ്മുടെ എയർ ഫ്ലോ ഉള്ളത്. അതായത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ ഒരു എയർ ഫ്ലോ ഉള്ളത്. ഇത് നമുക്ക് മോഡ് ബട്ടൺ വെച്ച് നമുക്ക് പല സെറ്റിങ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ അത് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ബട്ടൺസ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടും AC എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കിപ്പം തണുപ്പ് വേണ്ട, അതായത് നമുക്കിപ്പം നോർമൽ ഫാനിൻ്റെ സ്പീഡിൽ എനിക്ക് കാറ്റ് മതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും AC-യുടെ ലൈറ്റ് പോയിട്ടുണ്ട്. ഇവിടെ AC എന്ന് കാണിച്ചിരുന്നതും ഓഫാണ്. ഇപ്പം ജസ്റ്റ് നമ്മുടെ ബ്ലോവർ ഫാനിൻ്റെ ആ ഒരു കാറ്റ് മാത്രമാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ ഫാൻ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വണ്ടിയിൽ ആർക്കെങ്കിലും പനിയൊക്കെ ഉണ്ട്, അവരായിട്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു AC വേണ്ട, തണുപ്പ് വേണ്ട എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് AC ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഫാൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ AC-യുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ റീസർക്കുലേഷൻ ബട്ടൺ വരുന്നുണ്ട്. അതായത് നമ്മുടെ വണ്ടിക്കകത്തുള്ള എയർ പുറത്ത് പോകണോ വേണ്ടയോ എന്നാണ് ഈ ഒരു ബട്ടൺ വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ വണ്ടിയിലേക്കാണെങ്കിൽ തിരിക്കുന്നൊരു ബട്ടൺ ആയിരിക്കും, ഒരു നോബായിരിക്കും വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ബട്ടൺസാണ് വരുന്നത്. നമുക്ക് 2 മോഡ് മാത്രം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് റീസർക്കുലേറ്റ് ചെയ്യുന്നത്, ഒന്ന് റീസർക്കുലേഷൻ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പടം വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ഇതിപ്പം റീസർക്കുലേഷനിലാണോ അതോ അല്ലയോ നമുക്കിവിടെ അറിയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടും ആ ഒരു കാറിൻ്റെ പടത്തിനകത്ത് ഒരു ആരോ മാർക്ക് കാറിനകത്ത് മാത്രം നിൽക്കുന്ന രീതിക്കാണെങ്കിൽ നിങ്ങളുടെ എയർ സർക്കുലേഷൻ ഓണാണ്. അതായത് നമ്മുടെ കാറിനകത്ത് തന്നെ നമ്മൾ ഉള്ള എയർ തന്നെ അങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ മാറ്റമൊന്നും വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുക വണ്ടിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ വണ്ടിക്കകത്ത് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ സ്മെല്ല് മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിവിടെ കണ്ടും ഈ ഒരു കാറിൻ്റെ പടത്തിനകത്ത് ആരോ മാർക്ക് കാറിനകത്തു നിന്നുള്ള മാറിയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന രീതിക്കുള്ളൊരു ആരോ മാർക്ക് ആയിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാറ്റ് പുറത്തുനിന്ന് നേരെ ഫ്രഷ് എയറാണ് നമ്മുടെ വണ്ടിക്ക് അകത്തേക്ക് കയറുന്നത്. അതായത് നമുക്കിപ്പോൾ വണ്ടിക്കകത്ത് എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഫ്രഷ് എയർ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മുടെ അകത്തുള്ള ബാഡ് സ്മെല്ല് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നതായിരിക്കും. പുതിയ എയർ ആയിരിക്കും പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് നമുക്ക് കാറിനകത്ത് നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്കകത്തുള്ള ആ ഒരു സ്മെല്ല് പോയതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്ത് നല്ല ഫ്രഷ് എയർ തന്നെ നിൽക്കുകയും ചെയ്യും. ആ എയർ പുറത്ത് പോകത്തില്ല. ഇപ്പോൾ കാണാനായിട്ട് തിരിച്ച് നമ്മുടെ ബട്ടൺ ഓഫ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കാറിനകത്തുള്ള ആ ഒരു ആരോ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബട്ടൻ്റെ യൂസ് എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് സൈഡിലേക്ക് വന്ന് നമുക്ക് 2 ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഡീഫോഗറിൻ്റെ ബട്ടൺസാണ്. ഡീഫോഗർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഏതെങ്കിലും മഴ സമയത്ത് വണ്ടി ഓടിക്കുന്ന ടൈമിൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് AC ഇട്ട് പോവുകയാണെങ്കിൽ
ചിലപ്പോൾ സമയത്ത് നമ്മുടെ മഞ്ഞ് മാതിരി നമ്മുടെ ഗ്ലാസ്സിലെല്ലാം വരാറുണ്ട്. അതായത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ ഗ്ലാസ്സിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഡീഫോഗറിൻ്റെ ബട്ടൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഇതേമാതിരി കാഴ്ച മറയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് ഡീഫോഗർ ഓൺ ചെയ്യുക. പിന്നെ നമുക്ക് റിയർ ഗ്ലാസ്സിൽ കാണാനാണെങ്കിൽ ജസ്റ്റ് റിയർ ഡീഫോഗർ ഓൺ ചെയ്യുക. ഫ്രണ്ട് ഡീഫോഗർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് എല്ലാ വണ്ടിയിലും വരുന്നതാണ്. അതായത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വെൻറ്റ് വഴിയായിരിക്കും എയർ മുകളിലേക്ക് അടിക്കുന്നത്. ജസ്റ്റ് ഡയറക്റ്റ് നേരെ ഗ്ലാസ്സിലേക്ക് അടിച്ചിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു കാഴ്ച മറയ്ക്കുന്ന മാതിരിയുള്ള ആ ഒരു പുകപടലം മാറിപ്പോകുന്നതായിരിക്കും. റിയർ ഡീഫോഗർ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ഗ്ലാസ്സിൽ കുറുകെ കുറേ ചുമപ്പ് വരകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ചില വണ്ടികളിൽ വരത്തുള്ളൂ. അപ്പോൾ ആ ഡീഫോഗർ നിങ്ങളുടെ വണ്ടിയിലുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ബാക്ക് ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് കുറുകെ വരകൾ കാണുന്നതായിരിക്കും. ആ വരകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയർ ഡീഫോഗർ നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതെന്ന് പറയുന്നത് അതിനകത്തോടെ ചെറിയ രീതിയിലുള്ളൊരു സ്റ്റാറ്റിക് കറണ്ട് കടത്തി വിട്ടിട്ട് നമ്മുടെ ഗ്ലാസ് ചെറുതായിട്ട് ചൂടാക്കിയാണ് അതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ ഗ്ലാസ് ചൂടായിട്ട് ആ ഒരു കാഴ്ച മറക്കുന്ന രീതിയിലുള്ള ആ ഒരു പുക പോകുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ രണ്ട് ബട്ടൺസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതോടെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട് ആ ഡീഫോഗറിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഡീഫോഗറിൻ്റെ അവിടെ ഒരു ലൈറ്റും കത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അടുത്ത നിങ്ങൾക്ക് റിയർ ഡീഫോഗറാണ് നിങ്ങൾ ഓൺ ചെയ്തെങ്കിൽ ജസ്റ്റ് റിയർ ഡീഫോഗറിൻ്റെ അത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് റിയർ ഡീഫോഗറിൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഗ്ലാസ് ചൂടായിട്ട് ആ ഒരു കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. ഇപ്പോൾ റിയർ ഡീഫോഗർ നിങ്ങൾക്ക് ഇവിടെ ഐക്കൺസ് ഒന്നും കാണിക്കത്തില്ല. കാരണം റിയർ ഡീഫോഗർ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളായിട്ട് കണക്ഷനൊന്നുമില്ല. ജസ്റ്റ് അത് ബാക്കിലുള്ള ഒരു ആ ലൈൻസിനകത്ത് കറണ്ട് കയറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്ത് ഐക്കൺസ് ഒന്നും കാണിക്കത്തില്ല. ഫ്രണ്ട് ഡീഫോഗറിന് മാത്രമേ നമുക്കിവിടെ അയക്കാൻ കാണിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഫ്രണ്ട് ഡീഫോഗർ എന്ന് പറയുന്നത് നമ്മുടെ എ സിയുടെ ആ ഒരു കാറ്റാണ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഈ ഒരു എ സിയുടെ ആ ഒരു മെക്കാനിസം ആയിട്ടാണ് ഫ്രണ്ട് ഡീഫോഗർ നമുക്കിവിടെ ഐക്കൺ കാണിച്ചത്. റിയർ ഡീഫോഗറിന് ഐക്കൺ കാണിക്കത്തില്ല. ടെമ്പറേച്ചറിനെ എന്ന് പറയുന്നത് ഇവിടെ കണ്ടും രണ്ട് ആരോ മാർക്കുണ്ട്. ഒരു ആരോ എന്ന് പറയുന്നത് ചുവപ്പ് കളറാണ്, ഒരു ആരോ മാർക്ക് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ബ്ലൂ കളർ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് തണുപ്പ് കൂടിയായിരിക്കും ചെയ്യുന്നത്. റെഡ് കളർ പ്രസ് ചെയ്യുന്നതനുസരിച്ച് തണുപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നുണ്ട്, ബ്ലൂ പ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ ഈ ഒരു ബട്ടൺസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പം ജസ്റ്റ് ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമുക്കിവിടെ കണ്ട് ഈ നമ്പേഴ്സ് മാറുന്നതായിരിക്കും, നമ്മുടെ ഡിഗ്രി മാറുന്നതായിരിക്കും. ഇവിടെ കണ്ട് 22 ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടിയ ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ചൂട് കാറ്റ്, അതായത് നമ്മുടെ എഞ്ചിനകത്തുള്ള കാറ്റാണ് അകത്തേക്ക് വരുന്നത്. 32 നമ്മുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഏറ്റവും കുറഞ്ഞ എത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് നമ്മുടെ ലോ എന്ന് പറയുന്നത് 18 ഡിഗ്രിയാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നമ്മുടെ എ സിയുടെ ഒരു ഫുൾ തണുപ്പായിരിക്കും നമുക്ക് ഇന്ന് തരുന്നത്. ഇപ്പം ഞാൻ എ സി ഓഫാണ്, അതുകൊണ്ടാണ് എനിക്ക് കാറ്റ് വരാത്തത്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ഞാൻ എൻ്റെ വണ്ടിയിൽ വെക്കുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 21, 22 ആ റേഞ്ചിലേക്ക് വെക്കുന്നത്. അതായത് നമ്മുടെ വണ്ടിയിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചിടാവുന്നതാണ്. പക്ഷേ ഞാൻ നോർമലി വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള ഒരു നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ടെമ്പറേച്ചറാണ് ഇത്. 21 അല്ലെങ്കിൽ 22 അതിനകത്തായിരിക്കും ഈ ഒരു ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ബട്ടൺസ് വെച്ചിട്ട് നമ്മുടെ എ സി നമ്മൾ ഈ ടെമ്പറേച്ചർ വെച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിലായിരിക്കും നമ്മുടെ ഓട്ടോമാറ്റിക് കൺട്രോൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എ സി ഓൺ ചെയ്താലും എത്ര സമയം ഓണാക്കി ഇട്ടിരുന്നാലും ഈ ടെമ്പറേച്ചർ കൂടത്തില്ല. ഈ ഒരു ടെമ്പറേച്ചർ തന്നെയായിരിക്കും നമ്മുടെ എ സി വർക്ക് ചെയ്യുക, ഇതിൽ കൂടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പ്രായ ആൾക്കാരൊക്കെ വണ്ടിക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സി ഒത്തിരി തണുപ്പ് അവർക്കൊന്നും പറ്റാത്ത അവസ്ഥകൾ വേണം. ആ സമയത്ത് നിങ്ങൾക്ക് ഈ രീതിക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ സിയിൽ അധികം തണുപ്പും വരത്തില്ല, അവർക്ക് വലിയ ബുദ്ധിമുട്ടും കാണത്തില്ല. അതാണ് ഈ ഒരു ടെമ്പറേച്ചർ ബട്ടൺ വെച്ച് നമുക്ക് ഇതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിലെ എ സിയുടേത് ഓട്ടോമാറ്റിക് ആക്കാതെ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്ത താഴോട്ടൊന്നും ഇവിടെ കണ്ട് ഓഫ് എന്ന് ബട്ടൺ, ഇത് പ്രസ് ചെയ്താൽ നമ്മുടെ എ സി ഓഫ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ എ സി ഓഫാണ്. ഞാൻ പിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അതേ ടെമ്പറേച്ചർ തന്നെയാണ് ഇതിപ്പം ഓൺ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വന്ന ഇവിടെ കണ്ട് മോഡെന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. മോഡെന്ന് പറയുന്ന ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എയറിൻ്റെ ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനാണ് മോഡ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഫ്രണ്ട് ഡാഷ്ബോർഡിൽ നിന്നുള്ള ഡയറക്റ്റാണ് നമ്മുടെ ഫേസിലേക്ക് വരുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു എയർ ഫ്ലോ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടും നമ്മുടെ ഫ്രണ്ടിലേക്കും കാലിലേക്കും അടിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മോഡ് സെറ്റായി നിൽക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഇപ്പോൾ കണ്ട് ഫുൾ എയർ നമ്മുടെ കാലിലേക്ക് വരുന്ന രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാല് വീർക്കുന്ന ടൈമിൽ നമുക്ക് ഈ രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് ചൂട് കാറ്റ് നമ്മുടെ കാലിലേക്ക് അടിക്കുന്ന രീതിക്കാണ് ഇതിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ട് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ആദ്യത്തെ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മോഡാണ് നമുക്ക് എ സിക്കകത്ത് വരുന്നത്. ഇപ്പം ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിക്കാണ് ഈ ഒരു മോഡ് വന്നിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഇപ്പം അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഈ ഒരു ഡിഗ്രിയിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ്, ഈ ബട്ടൺസ് വെച്ച് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാട്ടുന്നത് ചിലപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഫാൻ സ്പീഡ് കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പം ഈ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ കുറച്ച് തണുപ്പ് നമുക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് ആ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം ജസ്റ്റ് ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കാണിച്ചു തരാം. അപ്പോൾ കണ്ട ആ ബട്ടൺസ് ഈ നമ്പർ കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഫാനിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ തണുപ്പ് കുറച്ച് മതിയെങ്കിൽ ജസ്റ്റ് ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഒറ്റ ഒരു ബാർ മാത്രമേ നമുക്ക് ഇന്ന് വരുന്നുള്ളൂ. അത് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് സെറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പറേച്ചർ കുറച്ചുകൂടെ നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടിയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എ സിയുടെ ഈ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ സി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ എ സി ഓഫ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ബ്ലോവർ ഫാൻ വെച്ചിട്ട് നമുക്ക് ഈ എ സി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നമ്മുടെ വണ്ടിയിലുള്ളതിനകത്ത് അറിയേണ്ട കാര്യങ്ങളെന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടാതെ നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാവുന്ന ഈ ഒരു കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന കഴിഞ്ഞാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.